ഞാൻ ലിജോന്റെ ഒരു ഷോയിൽ കണ്ടിട്ടുണ്ട്. ലിജോ ഹിപ്നോട്ടൈസ് ചെയ്ത ഒരു കുട്ടി 6 എന്ന് പറയുന്ന നമ്പർ മറന്നു പോകുന്നു. 1 മുതൽ 10 വരെ എണ്ണാൻ പറയുമ്പോൾ ആ കുട്ടി 1, 2, 3, 4, 5 കഴിഞ്ഞ് പിന്നെ 7 കൗണ്ട് ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം സൈക്കോളജി നോക്കിയപ്പോൾ നമുക്ക് അറിയുന്ന 2 മൈൻഡുകളാണ് ബേസിക്കലി. എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനിച്ചപ്പം തൊട്ടുള്ള നമ്മുടെ എല്ലാ മെമ്മറീസും കിടക്കുക, എല്ലാ ആക്ടിവിറ്റീസും കിടക്കുക, അല്ലെങ്കിൽ എല്ലാ ഇൻഫോർമേഷനും കിടക്കുക. അപ്പം ഈ ഇൻഫോർമേഷൻസിനെ നമ്മൾ ഒരു ഉന്മാദ അവസ്ഥയിൽ അല്ലെങ്കിൽ ട്രാൻസിലേക്ക് എത്തിക്കുമ്പോൾ, ഒരാളുടെ മൈൻഡിനെ ഹാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിങ്ങിനെ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിങ്, എങ്ങനെയാണ് മൈൻഡ് റീപ്രോഗ്രാമിങ് നടക്കുക? ഇത് റീപ്രോഗ്രാമിങ്ങിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. കാരണം നമുക്കറിയാം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പക്ഷേ ഇവർ ആ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ പറയുകയാണ് 6 എന്ന് പറഞ്ഞ നമ്പർ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നു. അപ്പം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ 6 എന്ന് പറഞ്ഞ നമ്പർ ഡിലീറ്റ് ആവുകയാണ്. കോൺഷ്യസ് മൈൻഡ് പഠിക്കുന്ന എല്ലാം ഫസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റി ആയിരിക്കും. ഇപ്പം ഞാൻ ഡ്രൈവിംഗ് ഓടിക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ കോൺഷ്യസ് മൈൻഡ് ആണ് ചെയ്യുന്നത്. പക്ഷേ ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്.